പത്തനംതിട്ടയിൽ അനിൽ ആൻ്റണിക്കെതിരെ പ്രചാരണം നടത്തില്ലെന്ന് അച്ചു ഉമ്മൻ പറഞ്ഞു അത്രേ. ഒരു ഓൺലൈൻ മാധ്യമം പുറത്തുവിട്ട വാർത്തയാണിത്. പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി അനിൽ ആൻ്റണി ബാല്യകാലം മുതലുള്ള സുഹൃത്താണെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ പ്രചാരണം നടത്താനാകില്ലെന്നും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മൻ പ്രതികരിച്ചുവെന്നാണ് റിപ്പോർട്ട്. എന്തൊരു കുത്തിത്തിരിപ്പാണ്! ഇങ്ങനെയും കുത്തിത്തിരിപ്പുകൾ നടത്തുമോ? പലതരത്തിലുള്ള കുത്തിത്തിരിപ്പുകൾ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ ഉണ്ട്. ഇതുപോലെയുള്ളൊരു കുത്തിത്തിരിപ്പ് ആദ്യമായി കേൾക്കുന്നത്. ഇപ്പോൾ മനസ്സിലായി ഇതുപോലെ പല കഥകളും ഇനിയും ഇറങ്ങുമെന്ന്. അച്ചു ഉമ്മൻ സംസ്ഥാനത്തുടനീളം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണം നടത്തും. പക്ഷേ പത്തനംതിട്ടയിൽ മാത്രം വരത്തില്ല. കുടുംബബന്ധം വിലമതിക്കുന്നതാണത്രേ. സ്വന്തം അപ്പനില്ലാത്ത കുടുംബബന്ധമാണ് അച്ചുവിനുള്ളത്. ഒന്ന് പോടെ, പറയുന്നതിന് ഒരു യുക്തിയൊക്കെ വേണ്ടേ? ഉമ്മൻചാണ്ടിയുടെ വിശ്വസനായ ആൻ്റോ ആൻ്റണിയാണ് പത്തനംതിട്ടയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി, മറ്റാരുമല്ല. കോൺഗ്രസിലെ സമുന്നതരായ നേതാക്കളായിരുന്നു AK ആൻ്റണിയും ഉമ്മൻചാണ്ടിയും. ഇരുവരും സുഹൃത്തുക്കളുമായിരുന്നു. കോൺഗ്രസ് ക്യാമ്പിനെ ഞെട്ടിച്ചാണ് അനിൽ ആൻ്റണി BJPയിൽ ചേർന്നത്. മുൻ മുഖ്യമന്ത്രി K കരുണാകരൻ്റെ മകളും കോൺഗ്രസ് നേതാവുമായിരുന്ന പത്മജ വേണുഗോപാലും BJPയിൽ ചേർന്നു. നല്ലൊരു ത്രികോണ മത്സരം പോലും കാഴ്ചവെക്കാൻ അനിൽ ആൻ്റണിക്ക് സാധിച്ചിട്ടില്ല പത്തനംതിട്ടയിൽ. കഴിഞ്ഞ തവണ സുരേന്ദ്രൻ ഇതിലും നല്ല രീതിയിൽ പ്രചാരണം നടത്തിയിരുന്നു. മത്സരവും കടുപ്പിച്ചിരുന്നു. അന്നത്തെ പ്രചാരണവും ഇന്നത്തെ പ്രചാരണവും തമ്മിൽ കൂട്ടിക്കഴിച്ച് നോക്കിയാൽ സുരേന്ദ്രൻ പിടിച്ച വോട്ടിൻ്റെ പകുതി പോലും അനിൽ ആൻ്റണി പിടിക്കില്ല. നേരെ ചൊവ്വേ ഒരു അഭിപ്രായം പറയാൻ പോലും വിങ്ങിപ്പൊട്ടുന്ന പൊട്ടത്തരം മാത്രം വിളമ്പുന്ന അനിൽ ആൻ്റണി ചാവിള്ളയാണെന്ന് ഇപ്പോൾ തന്നെ പത്തനംതിട്ടക്കാർക്ക് മാത്രമല്ല ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മനസ്സിലായി. അപ്പോഴാണ് അച്ചു ഉമ്മൻ്റെ പേരിലൊക്കെ കുത്തിത്തിരിപ്പുമായി ഇറങ്ങിയിരുന്നത്. ഉമ്മൻചാണ്ടിയുടെ മകനും പുതുപ്പള്ളി MLAയുമായ ചാണ്ടി ഉമ്മൻ കോൺഗ്രസ് പ്രചാരണത്തിൽ സജീവമാണ്. ഉമ്മൻചാണ്ടിയുടെ മരണശേഷം രാഷ്ട്രീയത്തിലേക്കില്ലെന്ന് വ്യക്തമാക്കി അച്ചു ഉമ്മൻ മാറി നിൽക്കുകയാണ്. ഇതിനിടെയാണ് ഇങ്ങനെയുള്ള വ്യാജ വാർത്തകളുമായി ചിലരൊക്കെ കളം നിറയുന്നത്.